എനിക്ക് ആ വീട്ടിൽ താമസിക്കാൻ അത്ര സേഫ് ആയിരിക്കില്ല. കാരണം ഉപേന്ദ്രൻ വെറി പിടിച്ച് ഓടി നിൽക്കുക. കാരണം ഇനിയൊരു ആക്രമണം അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലെന്ന് പറയാൻ പറ്റില്ല. അതെ, മോൻ കുറച്ചു നാളത്തേക്ക് എങ്ങോട്ടെങ്കിലും മാറി നിന്നാലും കുഴപ്പമില്ല. പക്ഷെ അവരുടെ കണ്ണിൽ ചെന്ന് പെടരുത്. ശ്യാമ ഇങ്ങനെ ഈ അവസ്ഥ കിടക്കുമ്പോ ഞാൻ എങ്ങോട്ട് മാറി നിൽക്കാനാ? ഇതിപ്പോ ഉപേന്ദ്രന്റെ മാത്രം കളിയാ. പണം നഷ്ടപ്പെട്ടതിന്റെ പക അതയാളുടെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം അയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇതിപ്പോ നമ്മുടെ ഭാഗ്യത്തിന് മറ്റപകടങ്ങളൊന്നും സംഭവിക്കാതിരുന്നത്. പക്ഷെ ഈ ഭാഗ്യം എപ്പോഴും കിട്ടിയെന്ന് വരില്ലല്ലോ. ഡിസ്ചാർജ് ആവുമ്പോ ശ്യാമയും കൂട്ടി നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി നിൽക്കാം. അവിടെ ആകുമ്പോ ആളനക്കം ഉണ്ടല്ലോ. പെട്ടെന്ന് ഒരു ആക്രമണത്തിന് എന്തായാലും ആരും ഒന്നും മടിക്കും. നമുക്ക് ആലോചിക്കാം. എന്തായാലും ഈ കടമ്പ ഒന്ന് കിടക്കട്ടെ. എനിക്ക് എന്റെ ജീവന് പേടിയൊന്നുമില്ല. എന്തും നേരിടാനുള്ള ആത്മവിശ്വാസമുണ്ട്. പക്ഷേ അതുപോലെയല്ലല്ലോ എന്നെ ആശ്രയിച്ച് കഴിയുന്നവരുടെ കാര്യം. ഇനി ഇതുപോലെ ഷോക്ക് ശ്യാമയ്ക്കുണ്ടാവാൻ പാടില്ല. സിസ്റ്റർ, ശ്യാമയ്ക്ക് ഒബ്സർവേഷനിലാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം. ബൈസ്റ്റാൻഡർ പുറത്ത് തന്നെ ഉണ്ടാവണം. സിസ്റ്ററെ, വല്ല വെള്ളമോ ചായയോ വല്ലതും വേണമെങ്കിലോ? പറഞ്ഞില്ലേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയാം. എന്നാ പിന്നെ ഞാനും കൂടി ഇവിടെ നിൽക്കാം. മോള് വിഷ്ണുവിനെയും കൂട്ടിപ്പോയിക്കോ. എല്ലാരും കൂടെ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. കുട്ടികൾ കാത്തിരിക്കൂലേ. നീ ചെല്ലടി. ഇവിടത്തെ കാര്യങ്ങൾ നോക്കാൻ ഞാനും രോഹിത്തും ഉണ്ടല്ലോ. അതെ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാമേ. ചെല്ലു വിഷ്ണു. എടാ നീ വിളിക്കാം.